നമുക്ക് കട്ട വെച്ചുള്ള വർക്ക്, മണ്ണ് ഫില്ലിങ് എല്ലാം നടക്കുന്നുണ്ട്. ലെവൽ ചെയ്യുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള പുതിയ കാഴ്ചകൾ, മാറ്റങ്ങൾ. തോടിൻ്റെ മുകളിൽ വന്നിട്ടുള്ള പാലം, ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് കാണാം. ഇതാണ് സർവീസ് റോഡ്. ഫുട്പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഈ ക്രഷ് ബാരിയറിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം, നല്ലൊരു ഭംഗിയുണ്ട് റോഡ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കക്കാടാണ്. കക്കാട് മുതൽ കൂരിയാട്, കുളപ്പുറം ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. പുതുതായിട്ട് NH66 എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കക്കാട് ഭാഗത്തുനിന്ന് കൂരിയാട് ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് കാണാം, ഈ സൈഡിൽ കുറച്ച് ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് ഇങ്ങനെയുള്ള വർക്കുകൾ. അപ്പോൾ പുതുതായിട്ട് ഇനി ഹൈവേയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. ഇതാണ് പുതുതായിട്ട് ഹൈവേയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അധിക ഭാഗത്തും ഇങ്ങനെ ബോർഡുകളൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വേങ്ങര, മലപ്പുറം, കോഴിക്കോട് അങ്ങനെയുള്ള ഭാഗത്തേക്ക് ഉള്ള അറിയിക്കുന്ന ബോർഡുകളൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂരിയാട് പാലത്തിൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുൻഭാഗത്താണ് ഈ ബോർഡ് വന്നിട്ടുണ്ട്. പഴയ പാലം പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇതാണ് പഴയ പാലം. പഴയ പാലത്തിൻ്റെ ടാറിങ്, മുകളിലുള്ള ടാറിങ്ങൊക്കെ കോരിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൈവരികളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പഴയ പാലം പുതിയ പാലത്തിൻ്റെ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന വർക്കാണ് ഇനി വരാനുള്ളത്. അതിൻ്റെ മുന്നോടിയായി കൈവരികളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഉള്ള വർക്കുകളാണ് നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇടത് ഭാഗത്തേക്ക് റോഡ് തിരിച്ചു വിട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് പഴയ പാലത്തിൻ്റെ നേരെ ഭാഗത്താണ് ഇപ്പോൾ ഈ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു പുതിയൊരു ബോർഡ് ഇവിടെ കാണാം നമുക്ക്. കക്കാട്, ചെമ്മാട്, കന്യാകുമാരി എന്ന് എഴുതിയൊരു ബോർഡ്. ഇവിടുന്ന് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കക്കാട് ഭാഗത്തേക്കും ചെമ്മാട് ഭാഗത്തേക്കൊക്കെ കാണിക്കുന്ന ഒരു ബോർഡാണ്. അങ്ങനെയുള്ള പുതിയ മാറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ടു നോക്കാം. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം, അണ്ടർപാസിൻ്റെ മുകളിലാണ് എത്തിയിട്ടുള്ളത്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയർ വർക്ക് ചെയ്യാനുണ്ട്. നമുക്ക് കാണാം, ഇവിടെ കമ്പി ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്. സൈഡിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇവിടെ നമുക്ക് വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം. പിന്നെ ഈ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് ജോയിൻറ്റിങ് നടക്കേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ കമ്പിയൊക്കെ പൊങ്ങി നിൽക്കുന്നത് കാണാം. വർക്കൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, മണ്ണ് ഫില്ലിങ് എവിടം വരെ ആയി എന്ന് നോക്കാം. അണ്ടർപാസിൻ്റെ അടുത്ത് വരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് വാളാണ് വരല്. അതാണ് ഇപ്പോൾ ഇവിടെ അതിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഇവിടെ കാണാം, ഇതാണ് ഇതിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ മാറ്റങ്ങൾ. ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്, പകുതി മുക്കാലോളം ആയിട്ടുണ്ട്. ഇവിടെ കാണാം, നമുക്ക് കട്ട വെച്ചുള്ള വർക്ക്. വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ പോകുന്നത് കാണാം. ഇതാണ് ഇപ്പോൾ കുളപ്പുറം കൂരിയാട് പാടത്തു നിന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ്. മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നെന്താ വർക്കേഴ്സൊന്നും കാണുന്നില്ല. ഇവിടെ ഈ സമയത്ത് ആയതുകൊണ്ട് അറിയില്ല, ഇപ്പോൾ വർക്കൊന്നും നടക്കുന്നത് കാണുന്നില്ല. ഈ സൈഡിൽ ഇപ്പോൾ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ് പോലെ അമർത്തി വെച്ചിട്ടുണ്ട്. ആ സൈഡിലാണ് ഇനി മണ്ണ് കുടന്ന് കൂട്ടുന്നത്. സെൻറ്റർ ഭാഗത്തൊക്കെ പകുതിയോളം ആയിട്ടുണ്ട്. കാണാം, അവിടെയൊക്കെ ഇതുപോലെ വർക്ക് നടക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷേ വർക്കൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. എന്താ അറിയില്ല, വർക്കേഴ്സിനൊന്നും കാണുന്നില്ല. മണ്ണ് ഫില്ലിങ് പകുതിയോളം ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് ആ കുളപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ഭാഗത്ത് ഒരു സൈഡിൽ ടാറിങ് വരെ കഴിഞ്ഞ് വാഹനങ്ങൾ ഓടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകാനുള്ളത്. പകുതി ഭാഗത്ത് അവിടെ വരുന്ന ഒരു തോടിൻ്റെ കുറുകെ ഭാഗത്ത് ഒരു പകുതിയോളം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് വാഹനങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാം, ആ ഭാഗത്ത്. അപ്പോൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. സൈഡിലേക്ക് വന്നിട്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണാം,
ഇവിടെ നമ്മൾ മണ്ണ് കൊടുന്ന് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കട്ട വെച്ചുള്ള വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. വർക്കേഴ്സ് എന്താണ് ഇവിടെ കുറച്ച് പേര് കിടക്കുന്നൊക്കെ ഉണ്ട് ഈ സൈഡിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വേങ്ങര റോഡ് ബസ് പോകുന്നത് കാണാം. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനിയും ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കേണ്ടതുണ്ട്. ആ ഭാഗത്ത് വരെ കഴിഞ്ഞിട്ടുള്ളൂ, ആ ബസ് നിൽക്കുന്ന അവിടം വരെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അവിടുന്ന് ഈ ഭാഗത്തോട്ട് ഇങ്ങനെ ആ ഭാഗം വരെ അവിടം വരെ ഡ്രൈനേജിൻ്റെ വർക്കുകളുണ്ട്. കുറച്ച് വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. ഇവിടെ നമുക്ക് കാണാം ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇനിയും ബാക്കിയുണ്ട്. ഇതാണ് അണ്ടർപാസിൻ്റെ മുകളിലാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അവിടെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ബോർഡ്, കക്കാട് ചെമ്മാട് കന്യാകുമാരി എന്നുള്ള ബോർഡ്. അപ്പോൾ നമുക്ക് പാലത്തിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടന്നിരുന്നു. പാലത്തിൻ്റെ വർക്കുകൾ എന്തായിന്ന് പോയി നോക്കാം. പഴയ പാലം റീവർക്ക് നടക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കുറേ കട്ടകൾ കൊടുന്ന് വെച്ച് കാണാം. ഇവിടെ ഉള്ള കട്ട വെച്ചുള്ള വർക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ സൈഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. വേങ്ങര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ആ വഴി ഇങ്ങനെ കയറിയിട്ട് അങ്ങനെയാണ് കക്കാട് ഭാഗത്തേക്കൊക്കെ പോവാം. നമുക്ക് താഴോട്ട് അങ്ങോട്ട് പോയി നോക്കാം. പാലത്തിൻ്റെ അടിഭാഗത്ത് അവിടെ എന്താണ് വർക്കുകൾ നടക്കുന്നത് നോക്കാം. വളരെ കുറച്ച് പേരാണ് ലൈക്ക് ചെയ്യുന്നത്. വളരെ കൂടുതൽ ആളുകൾ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതുപോലെ ലൈക്ക് ചെയ്യാതെ കുറച്ച് പേരൊക്കെ ലൈക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ടാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുഴയുടെ ഭാഗത്തേക്ക് പോകുന്ന ഒരു സർവീസ് റോഡ് ആണത്. ഇവിടെ നമുക്ക് കാണാം ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. മറ്റുള്ള വർക്കുകൾ തുടങ്ങിയിട്ടില്ല, കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ നമുക്ക് പുഴേൻ്റെ അടുത്ത് പോയി നോക്കാം. പുഴേൻ്റെ അടുത്തുള്ള പാലത്തിൻ്റെ അടിഭാഗത്ത് എന്തൊക്കെയാണ് വർക്കുകൾ നടക്കുന്നത് നോക്കാം. പാലത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം കൈവരികളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക് ചെയ്യുന്ന ഒരു വർക്ക് പോലെ ഉള്ള വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അടിഭാഗത്ത്. ഈ ബീമിൻ്റെ മുകളിലാണ് ഇപ്പോൾ ആ വാട്ടർ പ്രൂഫിംഗ് വർക്ക് നടന്നിട്ടുണ്ട്. നമുക്ക് പുതുതായിട്ട് ഇപ്പോൾ കാണാൻ പറ്റിയ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് കല്ല് പതിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളൊരു കാഴ്ചയാണ്, മാറ്റങ്ങളാണ്. അവിടെ ആ കാണുന്നത് കരിങ്കല്ല് പതിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് പുതുതായിട്ട്. അവിടുന്ന് വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഒരു ഭാഗമാണ് അവിടെ കാണാം. നമുക്ക് ഡ്രെയിനേജ് പുഴയിലേക്ക് ഇറങ്ങി വരുന്ന ഭാഗം. അവിടെ കുറച്ച് ഭാഗത്ത് ഇനിയും പൊട്ടിച്ചെടുക്കാണ്ട് കൈവരികളൊക്കെ അതിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട് നടക്കുന്നത്. അതിൻ്റെ കൂടാതെ അതിൻ്റെ സൈഡിൽ ഇപ്പോൾ പെയിൻറ്റിങ് നടക്കുന്ന പോലെ ഈ പ്ലാസ്റ്റിക് കോട്ടിങ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പ്ലാസ്റ്റിക് ചെയ്ത പോലെ ഒരു ഷീറ്റ് ഒട്ടിക്കുകയാണ്. അതിൻ്റെ മുകളിൽ പിന്നെ ഒരു പശ ഉപയോഗിച്ച് ഒരു പെയിന്റ് പോലെ സിമെന്റിന്റെ കളറിൽ ഒരു പെയിന്റ് പോലെ അടിക്കുകയാണ്. ഇവിടെ പുതിയ പാലം കുറച്ച് ഭാഗത്തൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടിഭാഗത്തേക്കൊക്കെ പെയിന്റിങ് നടക്കേണ്ടതുണ്ട്. ആ സൈഡിൽ കോൺക്രീറ്റ് കരിങ്കല്ലൊക്കെ പതിച്ചത് കാണാം. ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റങ്ങൾ പുഴേൻ്റെ ഭാഗത്ത് കരിങ്കല്ലൊക്കെ പതിച്ചത് കാണാം. വർക്കേഴ്സൊക്കെ റെസ്റ്റിങ്ങിലാണ്. ഉച്ച സമയത്താണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വർക്കൊക്കെ സ്റ്റോപ്പിൽ ചെയ്ത് റെസ്റ്റിലാണ്. അവിടെ നമുക്കൊരു പാലമുണ്ട്. ഇതാണ് ചെമ്മാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു പാലം. പനമ്പുഴ പാലം എന്നാണ് അറിയപ്പെടുന്ന ആ പാലം ആണ് കാണുന്നത്. ഈ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാണ് അവിടെ ഒട്ടിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു പ്രത്യേക തരം പശകളൊക്കെ ഉപയോഗിച്ച് ആണ് ഒട്ടിക്കുന്നത്. ഒരു ഷീറ്റ് പോലെയാണ് തോന്നുന്നത്, പക്ഷേ ഒരു എന്തോ പറയാം നൂലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഷീറ്റാണത്. ഇതാണ് കണ്ടില്ല, ഇങ്ങനെയാണ് അവർ ഒട്ടിച്ച് വച്ചിട്ടുള്ളത്. ഈ ഭാഗത്തൊരു വീടൊക്കെ ഉണ്ട് കേട്ടോ. വീടിൻ്റെ
റോട്ടിലേക്ക് പോകുന്നൊരു വഴിയും കൂടാണ്. വീട്ടുകാർക്ക് നല്ലൊരു പാർക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. കാറുകളൊക്കെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ. നല്ല സുഖമായിട്ട് മഴയൊന്നും കൊള്ളാതെ പാലത്തിൻ്റെ അടിയിൽ പാർക്കിംഗ് ചെയ്യാം. പുതിയ പഴയ പാലത്തിന്മേൽ പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് വർക്കുകളൊക്കെയാണ്. നമുക്ക് കാണാം വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള പൈപ്പുകളൊക്കെ കൊടുത്തത്. സിമെൻറ്റ് സ്പ്രേ ഒക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് കാണാം. ഈ പൊട്ടിക്കുന്നൊക്കെ എടുത്തു മാറ്റാനുള്ളതാണ്. റീവർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ പാലത്തിൻ്റെ അടിഭാഗം. അപ്പോൾ നമുക്ക് ഇനി മുകളിലേക്ക് പോയി നോക്കാം. വർക്കേഴ്സൊക്കെ ഇവിടെ ഉണ്ട്, റെസ്റ്റിലാണ്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഫുട്പാത്തിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ കട്ട വിരിച്ചിട്ടുണ്ട്. ഇനിയും ഈ ഭാഗത്താണ് വർക്ക് നടക്കേണ്ടതുള്ളത്. ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് ടാറിങ് കഴിഞ്ഞൊരു ഭാഗം. കൊളപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണിത്. പാളത്തിൻ്റെ പകുതി സെൻറ്റർ ഭാഗത്തേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട് ടാറിങ്. അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ കാലുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചത് കാണാം. അതിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കാണാം. ഇവിടെയാണ് വെക്കാനുള്ളത്. ഇവിടെ അതിനുള്ള വയറുകളും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാലുകൾ അവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചത് കാണാം. അപ്പോൾ അതിനുള്ള വണ്ടികളൊക്കെ കുറച്ച് അതിൻ്റെ വർക്കേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇത് എടുത്ത് വെക്കാനുള്ള ക്രെയിനുകളൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ ഭാഗത്ത് നമുക്ക് കാണാം മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് അവിടെയൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് മണ്ണ് ലെവൽ ചെയ്യാനുള്ളത്. അവിടെ ഒരു തോടുണ്ട്. ആ തോടിൻ്റെ കുറുകെ വരുന്ന ഒരു പാലത്തിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചതാണ്. അതിൻ്റെ ഈ സൈഡിലുള്ള ഭാഗത്താണ് ഇനി കുറച്ച് മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കാനുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൂടെ ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു പാലം വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് വരെ പോയിട്ടാണ് റോട്ടിൽ നിന്ന് വീണ്ടും സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഏകദേശം പാടത്തിൻ്റെ സെൻറ്റർ ഭാഗം വരെ ഇപ്പോൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നമുക്ക് വാഹനങ്ങൾ പോകുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സോളാർ ലൈറ്റ് അടുത്ത് പോയി നിന്ന് കാണാം. നമുക്ക് ഇത് മുകളിൽ നിന്നാണ് അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്ന് അടുത്തുനിന്ന് കാണാം നമുക്ക്. ഇതാണ് LED ബൾബുകളാണ്. കുറേ LED ബൾബുകൾ അപ്പോൾ ഇതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള കൂരിയാട് ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേറ്റ്. അപ്പോൾ നമുക്ക് ഇനി കൊളപ്പുറം ഭാഗത്ത് പോയിട്ട് തിരിച്ച് വരേണ്ടതുണ്ട്. ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടക്കണമെങ്കിൽ അവിടെ പോയിട്ട് തിരിച്ച് വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ബാക്കി അവിടെയുള്ള വർക്കുകളൊക്കെ എന്താ നോക്കാം. ആ ഭാഗത്ത് കൊളപ്പുറം ഭാഗത്ത് ഇവിടെയൊക്കെ ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട്. റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ ആയതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇനി അത് സൈഡ് ഇതുപോലെയുള്ള ചെയ്യാനുണ്ട്. ഇങ്ങനെ ക്രാഷ് ബാരിയറിൻ്റെ ബാക്കി ഭാഗങ്ങൾ മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്യൽ. അതിൻ്റെ വർക്കുകളൊക്കെ നടക്കേണ്ടതുണ്ട്. ആ ഭാഗത്ത് കാണാം. ഒക്കെ പിടിപ്പിച്ചത് കണ്ടില്ലേ. നല്ല നെറ്റ് ബോൾട്ടൊക്കെ ഇട്ട് നല്ല സ്ട്രോങ്ങിലാണ്
നല്ല വണ്ണുള്ള ഒരു തൂണാണ് ഇവിടെ ബോർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. ഇങ്ങനെ ഒരു രീതിയിലാണ് ഈ ഫില്ലറിൻ്റെ ഉൾഭാഗത്ത് കൊടുക്കുന്ന നെറ്റ് ബോൾട്ടിൻ്റെ സിസ്റ്റം. ഒരു നമ്മുടെ കുടൻ്റെ ഒക്കെ ഒരു കാല് പോലെയാണത് കാണാം. എന്നിട്ട് പിന്നീട് ഇതിൻ്റെ ചുറ്റുഭാഗവും കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് പിടിപ്പിക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണിത് കാണാം. നമുക്ക് ഇവിടെ സൈഡിലേക്കൊക്കെ തള്ളി നിന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പുറത്ത് കുറച്ച് മുന്നോട്ട് വന്നിട്ടുള്ളൊരു ഭാഗത്താണിത്. നമുക്ക് കാണാം ഫുട്പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇവിടെ വർക്ക് കഴിഞ്ഞതുകൊണ്ട് ആളുകൾക്ക് ഇതിലൂടെ നല്ല രീതിയിൽ നടന്നു പോകാം. വാഹനങ്ങൾക്ക് സൈഡിലൂടെ പോവാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഭാഗത്ത് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വർക്ക് നടക്കേണ്ടതുണ്ട്. അത്താണിക്കൽ കുളപ്പുറം എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തേക്ക്. മുകൾ ഭാഗത്ത് ഈ ക്രഷ് ബാരിയറിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം നല്ലൊരു ഭംഗിയുണ്ട് റോഡ് കാണാൻ, ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ കുളപ്പുറം ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ കാണാം നമുക്ക് പുതുതായിട്ട് ഇവിടെ കോൺക്രീറ്റ് നടക്കുന്നത്. ഈ വണ്ടിയിൽ നിന്നാണ് കോൺക്രീറ്റ് കൊടുക്കുന്നത്. റോഡിൻ്റെ ഒരു ഭംഗി ലൈൻ മാർക്കിങ് കഴിയുമ്പോഴാണ് അത് നല്ലൊരു ഭംഗിയായി തോന്നുന്നുണ്ട്. വാഹനങ്ങളൊക്കെ പോകുമ്പോൾ കാണാം നമുക്ക്. അപ്പോൾ കോൺക്രീറ്റിങ് ഇവിടെ നടക്കുന്നുണ്ട്. ഹൈവേയിലൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ കുളപ്പുറം ശരിക്കും പറഞ്ഞാൽ പൂരം കഴിഞ്ഞ പറമ്പ് പോലെ ആയിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലൂടെ വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ കോട്ടക്കൽ ഭാഗത്തൊക്കെ വാഹനങ്ങൾ കുറയും. വളരെ കുറച്ച് വാഹനങ്ങളാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ കൂരിയാട് പാടത്തിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. പുതുതായിട്ട് ടാറിങ് കഴിഞ്ഞ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇനി നമുക്ക് പാടത്തിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ നടക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്.
അങ്ങോട്ട് വന്നിട്ടുണ്ട് താഴ്ഭാഗത്ത് പാടത്തേക്ക്. ഇവിടെ നമുക്ക് കാണാം പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ ഭാഗത്തൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൂണുകളൊക്കെയാണത് എടുത്തു മാറ്റുന്ന വർക്കൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് വരുന്ന ഒരു പാലമാണത്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി മണ്ണ് ഫില്ലിങ് കൂടുതലായിട്ട് നടക്കാനുള്ള ഭാഗം. ഈ സൈഡിൽ കാണാം സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഒട്ടും വർക്ക് നടന്നിട്ടില്ല. ഇവിടെ ഇനി കട്ട വെച്ചുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ആ ഭാഗത്തൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വരുന്ന വഴിയിൽ കണ്ട ഈ ഭാഗത ഇവിടെ കട്ട വെച്ചുള്ള വർക്കിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ലെവലിങ്ങും അത് നോക്കുന്ന അളവൊക്കെ നോക്കുന്ന വർക്കൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഭാഗത്ത് കാണാം, ആ ഭാഗത്താണ് കട്ട വെച്ച് വർക്ക് കഴിഞ്ഞത്. ഇനി ഈ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ കാണാം നമുക്ക് ഇതാണ് തോടിൻ്റെ മുകളിൽ വന്നിട്ടുള്ള പാലം. ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് കാണാം. ഇതാണ് സർവീസ് റോഡ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്. ഈ സെൻറ്റർ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. പാലത്തിൻ്റെ അടുത്തുനിന്നാണ് ഈ ഭാഗത്തൊക്കെ കാണാൻ നമുക്ക് കട്ട വെച്ചുള്ള വർക്ക്, മണ്ണ് ഫില്ലിങ് എല്ലാം നടക്കുന്നുണ്ട്. ലെവൽ ചെയ്യുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള പുതിയ കാഴ്ചകൾ, മാറ്റങ്ങൾ. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് തരാം. എന്നാലേ എനിക്ക് മുന്നോട്ടുള്ള യാത്രകൾ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.